30 വർഷത്തെ പാരമ്പര്യമുള്ള TTM ഔഷധശാലയ്ക്ക് കീഴിൽ പ്രസവാനന്തര പരിചരണവുമായി TTM അസ്ലി മോംസ് ക്രാഡിൽ ഇനി പുല്ലങ്കോടും. TTM അസ്ലി മോംസ് ക്രാഡിൽ, പുല്ലങ്ങോട്, കാളികാവ്. ചോക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മൊബൈൽ വെളിച്ചത്തിലെ കുത്തിവയ്പ് ഉൾപ്പെടെയുള്ള ചികിത്സാ സംവിധാനങ്ങൾ ബോധപൂർവം സൃഷ്ടിച്ചതെന്ന ആരോപണവുമായി ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും UDF നേതാക്കളും രംഗത്ത്. രാഷ്ട്രീയ പ്രേരിതമായി സർക്കാരിനെയും പഞ്ചായത്തിനെയും അപകീർത്തിപ്പെടുത്താൻ ഉണ്ടാക്കിയതാണ് മൊബൈൽ വെളിച്ചത്തിലെ കുത്തിവയ്പ്പെന്നും നേതാക്കൾ. ആശുപത്രിയുടെ പ്രവർത്തനം കുത്തഴിഞ്ഞതായി വകുപ്പ് മന്ത്രി അറിയിക്കുമെന്നും പഞ്ചായത്ത് ഭരണസമിതി. നമ്മൾ ഒരു രാഷ്ട്രീയപരമായിട്ട് ഒരു ഞാൻ ആശുപത്രി നമ്മൾ രാഷ്ട്രീയപരമായിട്ട് ഒരിക്കലും ഇവിടെ ഒരുപാട് പാവങ്ങൾ വരുന്നതാണ്. പക്ഷേ അന്ന് സംഭവിച്ചത് രാഷ്ട്രീയ പ്രേരിതാണ്. അതിന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടികൾ അന്ന് ആ സംവിധാനത്തിലേക്ക് സംവിധാനം ചെയ്തുകൂടെ, നമുക്ക് വാടക കൊടുത്തൂടെ? അല്ലാതെ UPS നൽകി 6 മണിക്കൂർ UPS വർക്ക് ചെയ്യും. 6 മണിക്കൂർ UPS വർക്ക് ചെയ്യും. അവന്ന് ജനറേറ്ററും കംപ്ലൈന്റ് ആയി, UPS കംപ്ലൈന്റ് ആയി. മാത്രമല്ല ഞങ്ങൾ ജനലൊക്കെ അടിച്ചിട്ട് മനഃപൂർവ്വമാണ് ടോർച്ച് അടിച്ചാണ് ഇതൊക്കെ. ഇത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആരോഗ്യ വകുപ്പിനും ഈ KCBിനും പഞ്ചായത്തിനും താറടിക്കാൻ വേണ്ടി നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതാണ്. ഈ മാസം 22-നാണ് ചോക്കാട് ആശുപത്രിയിലെ വൈദ്യുതി ഇല്ലാത്തതിനാൽ ചികിത്സാ സംവിധാനങ്ങളെല്ലാം താറുമാറായത് വാർത്തയായത്. ജനറേറ്റർ തകരാറിലായതോടെ വൈദ്യുതിയില്ലാതെ മൊബൈൽ വെളിച്ചത്തിലാണ് കുത്തിവയ്പ് സംവിധാനങ്ങൾ ഉൾപ്പെടെ പ്രവർത്തിച്ചതെന്നത് പ്രചരിപ്പിച്ചത് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനാണെന്നും ഭരണസമിതി നേതാക്കൾ കുറ്റപ്പെടുത്തി. ചോക്കാട് ആശുപത്രിയിലെ വൈദ്യുതി പ്രശ്നം ബോധപൂർവം സൃഷ്ടിച്ചതാണെന്നുമാണ് UDF നേതാക്കളുടെ ആരോപണം. ആശുപത്രിയിലെ ജനറേറ്റർ കേടുവന്ന വിവരം പഞ്ചായത്തിനെയോ HMCയെയോ അറിയിക്കാതെ ജീവനക്കാരിൽ ചിലരും പുറത്തുനിന്നുള്ളവരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് വാർത്തകൾക്ക് പിന്നിലെന്നും UDF നേതാക്കൾ പറഞ്ഞു. ചോക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വാർത്താ മാധ്യമങ്ങളിലും അതുപോലെ ചാനലുകളിലും പഞ്ചായത്തിനെയും അതുപോലെ തന്നെ സർക്കാരിനെയും ഒക്കെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ജനറേറ്റർ ഇല്ല, ഇൻവെർട്ടർ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ രോഗികളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള വസ്തുത ഞങ്ങൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊരു വിശദീകരണം ചോദിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ ഉണ്ടായിരുന്ന ജവഹർ ഡോക്ടർ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് മാറിപ്പോവുകയും അദ്ദേഹത്തിന് പകരമായി കാളിയാവിൽ നിന്ന് നജീബ് ഡോക്ടർ ഇവിടേക്ക് വരേണ്ട ഉത്തരവാദിത്തമുള്ള ഡോക്ടർ വരാതിരിക്കുകയും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന തൽക്കാല ചാർജുള്ള അസീസ് ഡോക്ടർ ലീവ് ആവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ ഇവിടെ ഒരു കുത്തഴിഞ്ഞ സംവിധാനമായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു നടപടി ഇവിടുത്തെ ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ ഒരു സംവിധാനത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഞങ്ങൾ തീർച്ചയായും ഇവിടെ നടക്കുന്ന ഈ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള അതുപോലെ തന്നെ പഞ്ചായത്തിനെയും സർക്കാരിനെയും അപമാനപ്പെടുത്തുന്ന രീതിയിലുള്ള ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെയും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെയും ആ പ്രവർത്തനം അത് ഞങ്ങൾ തീർച്ചയായും ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയെ അറിയിച്ചുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഒരു പരിഹാരം കാണും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ഇവിടെ നടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു പഞ്ചായത്തിനെ താറടിക്കുന്ന ഒരു സംവിധാനമാണ് എന്നുള്ള വസ്തുത ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോകും. ന്യൂസ് ബ്യൂറോ, കാളികാവ്.